തങ്ങളുടെ സഹോദരങ്ങളെ വന്യജീവികൾ തുടർച്ചയായി കൊന്നൊടുക്കിയിട്ടും പരിഹാരമുണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചവരെയാണ് പുൽപ്പള്ളിയിൽ പോലീസ് കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തത്. വേട്ടക്കാരായ വന്യജീവികളുടെ കൊലവെറി തടയാനാകാത്തവർ ഇരകളോട് പോരിനിറങ്ങുന്നു. ഡൽഹിയിൽ സമരം നടത്തുന്ന കർഷകരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്ന് 2020 സമരത്തിൽ തങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കണമെന്നാണ്. അതിന്റെ പേരിൽ കേന്ദ്രത്തിനെതിരെ വലിയ വായിൽ വർത്തമാനം പറയുന്നവർ സ്വന്തം ജനങ്ങളെ വന്യജീവികൾക്ക് കുരുതി കൊടുക്കുകയും പ്രതിഷേധിക്കുന്നവരെ കേസിൽ കൊടുക്കുകയും ചെയ്യുന്നു. ഇതല്ലേ ഇരട്ടത്താപ്പ്? വെറുതെ ഊണ് കഴിഞ്ഞു നിന്നപ്പോൾ നേരം പോക്കിന് സമരത്തിനിറങ്ങിയതല്ല വയനാട്ടിലെ മനുഷ്യർ. അവർ യാചിക്കുന്നത് പ്രാണനു വേണ്ടിയാണ്. ആനയും കടുവയും ഒക്കെ കൊന്നൊടുക്കിയ പ്രിയപ്പെട്ടവരുടെ മരണപ്പന്തലിൽ നിന്നാണ് അവർ പ്രതിഷേധിക്കാൻ ഇറങ്ങിയത്. തല്ലുകൊണ്ട് കരയുന്നവരെ കരഞ്ഞതിന് തല്ലുകയോ? മനുഷ്യത്വമുണ്ടെങ്കിൽ ആ കേസുകൾ പിൻവലിക്കണം. കാട്ടാനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ട വെള്ളച്ചാലിൽ പോളിന്റെ മൃതദേഹവുമായി കഴിഞ്ഞ ശനിയാഴ്ച പുൽപ്പള്ളിയിൽ നടന്ന പ്രതിഷേധമാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. ജനങ്ങൾ രോഷാകുലരായിരുന്നു. അവർ വനം വകുപ്പിന്റെ ജീപ്പിന് കേടുവരുത്തുകയും കടുവ കൊന്ന മൂരിയുടെ ജഡം ബോണറ്റിൽ വെക്കുകയും ജീപ്പിന് മുകളിൽ റീത്ത് വെക്കുകയും ചെയ്തു. ഒപ്പമുണ്ടായിരുന്ന സഹജീവികൾ കൊല്ലപ്പെട്ടതിന്റെ വേദനയാണ് പരിഹാരമില്ലാതെ വന്നതോടെ രോഷമായും സമരമായും മാറിയത്. സർക്കാർ ജീവനക്കാരനെ മർദ്ദിച്ചു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, പൊതുമുതൽ നശിപ്പിച്ചു തുടങ്ങി വിവിധ വകുപ്പുകളിലാണ് കേസെടുത്തിരിക്കുന്നത്. വന്യജീവി ആക്രമണത്തിൽ ഇത്രയേറെ മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടും ഉത്തരവാദികളായ എത്ര ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നിങ്ങൾ ഇതുവരെ കേസെടുത്തത്? ജനങ്ങൾക്കെതിരെയല്ല, തോക്കെടുക്കേണ്ടത് മൃഗങ്ങൾക്കെതിരെയാണ്. വയനാടും ഇടുക്കിയും പാലക്കാടും കണ്ണൂരും ഉൾപ്പെടെ മിക്ക ജില്ലകളിലും വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായി. വനാതിർത്തിയിലെ മനുഷ്യർ പട്ടാപ്പകലും പുറത്തിറങ്ങാൻ മടിക്കുകയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ മുതിർന്നവർക്ക് ജോലിക്ക് പോകാനോ പോലും ഭയമാണ്. മനുഷ്യർ സമാധാനത്തോടെ ഉറങ്ങിയിട്ട് നാളുകളായി. അവരുടെ പ്രശ്നങ്ങൾ വനം വകുപ്പിനും പോലീസിനും ജനപ്രതിനിധികൾക്കും മൃഗസ്നേഹികൾക്കും നഗരവാസികൾക്കും മാത്രമല്ല, സർക്കാരിനും കോടതികൾക്കും പോലും തിരിച്ചറിയാനാകുന്നില്ല. ഇതാണ് യഥാർത്ഥ നിസ്സഹായ അവസ്ഥ. കേന്ദ്രത്തിന്റെ വനം വന്യജീവി സംരക്ഷണ നിയമങ്ങളാണ് നിലവിൽ വയനാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തടസ്സമെന്നും കേന്ദ്രമാണ് നിയമ ഭേദഗതി നടത്തേണ്ടതെന്നുമാണ് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത്. അത് പറയാൻ ഒരു മന്ത്രിയുടെ ആവശ്യമില്ലല്ലോ. കേന്ദ്ര നിയമങ്ങളോ കോടതിയുടെ ഇടപെടലോ എന്താണെങ്കിലും അത് പരിഹരിക്കാനുള്ള നടപടി എടുക്കുകയാണ് വേണ്ടത്. ജനങ്ങൾക്ക് നേരിട്ട് ഡൽഹിയിലേക്ക് പോയി പ്രശ്നം പരിഹരിക്കാനാവില്ലല്ലോ. അതിനല്ലേ ജനം MLA-മാരെയും MP-മാരെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത്. വന്യജീവികൾ ജനങ്ങളെ കൊന്നൊടുക്കുമ്പോൾ തടസ്സങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ ഇവിടെ ഒരു സർക്കാരിന്റെ ആവശ്യം എന്താണ്? രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ആദ്യ വർഷം തന്നെ നിയമം ഭേദഗതി ചെയ്യുന്നതിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഒരു നിവേദനം കൊടുത്താൽ തീരുന്ന ഉത്തരവാദിത്തമാണോ സംസ്ഥാന സർക്കാരിനുള്ളത്? രാജ്യത്തൊട്ടാകെ വന്യജീവികൾ പെരുകിയിട്ടുണ്ട്. 5 വർഷത്തിനിടെ ആനയും കടുവയും മാത്രം 2950 പേരെ കൊന്നു. കഴിഞ്ഞ വർഷം മാത്രം 708 പേർ. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം കഴിഞ്ഞ ഡിസംബറിൽ പാർലമെന്റിൽ വെച്ച കണക്കിൽ പക്ഷേ കേരളമില്ല. 8 വർഷത്തിനിടെ കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 909 പേരാണെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു. ജനസാന്ദ്രത കൂടിയ കേരളത്തിൽ സ്ഥിതി ഗുരുതരമാണ്. അത് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തുകയും നിയമ ഭേദഗതി നടത്താൻ സമ്മർദ്ദം ചെലുത്തുകയും വേണം. ഒരു നിവേദനം കൊടുത്തിട്ട് കയ്യും കെട്ടിയിരുന്നാൽ പ്രശ്നം തീരില്ല. അക്രമം ഒന്നിനും പരിഹാരമല്ല. പക്ഷെ വീട്ടിലും നാട്ടിലും ഉള്ളവർ കൊല്ലപ്പെടുമ്പോൾ നിശബ്ദരായി തങ്ങളുടെ ഊഴവും കാത്തിരിക്കണം ബാക്കിയുള്ള മനുഷ്യർ. കാട് നിറഞ്ഞ് നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ കൊന്നൊടുക്കുക തന്നെയാണ് പരിഹാരം. മറ്റെല്ലാ രാജ്യങ്ങളും അതാണ് ചെയ്യുന്നത്. ആ സർക്കാരുകൾക്ക് ജനങ്ങളാണ് വലുത്. ഇവിടെയോ സുരക്ഷിത കേന്ദ്രങ്ങളിലിരുന്ന് പാഴായ നിയമത്തിന്റെ ഭൂതക്കണ്ണാടി വെച്ച് മൃഗസ്നേഹം എഴുന്നള്ളിക്കുകയാണ്. മനുഷ്യരെ കൊന്നൊടുക്കുന്ന മൃഗങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. വന്യജീവികളോട് കടക്ക് പുറത്തെന്ന് പറയാൻ കഴിവില്ലാത്തവർ ഇരകളായ മനുഷ്യരോട് കിടക്കകത്തെന്ന് പറയുന്നു. നിങ്ങളുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കണം. ജനങ്ങളെ രക്ഷിക്കാൻ കഴിയാത്തവർക്ക് ശിക്ഷിക്കാനും അധികാരമില്ല.